ഡോക്ടർ കെ റീനയെ പദവിയിൽ നിന്നും നീക്കിയ ഉത്തരവിന് സ്റ്റേ. ഡോക്ടർ റീനയുടെ ഹർജിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റേതാണ് ഉത്തരവ്. വിശദാംശങ്ങളുമായി സനിസ ചേരുന്നു. സനിസ, സർക്കാരിന് വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റേതാണ് ഉത്തരവ്. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? വകുപ്പിനും അതുപോലെ തന്നെ സർക്കാരിന് വലിയ ഉത്തരവിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെ പറയാം. കഴിഞ്ഞ 12-നാണ് DHS KJ റീനയ്ക്ക് ഇത്തരത്തിൽ 15 ദിവസം അവധി ആവശ്യപ്പെട്ടു, കാലാവധി കഴിഞ്ഞു എന്നതടക്കം കാണിച്ച ഒരു ഉത്തരവ്, അവർക്ക് സ്ഥാനമാറ്റം അടക്കമുള്ള ഒരു ഉത്തരവ് ലഭിക്കുന്നത്. അതിൽ അവർ എറണാകുളം റീജിയണൽ ലബോറട്ടറിയിലേക്കായിരുന്നു അവരുടെ സ്ഥാനമാറ്റം. അവരുടെ നിലവിലുള്ള DHS തസ്തികയിൽ നിന്നും തരം താഴ്ത്തുന്ന രീതിയിലുള്ള ഒരു ഉത്തരവായിരുന്നു അവർക്കെതിരെ ഉണ്ടായിരുന്നത്. ഇതിനെതിരെ അവർ നിയമ നടപടി സ്വീകരിക്കുകയായിരുന്നു. അതിനുശേഷം പിന്നീട് രണ്ടാമതും ഈ 15 ദിവസത്തെ അവധി എടുത്തു മാറ്റിക്കൊണ്ട് തിരുത്തിക്കൊണ്ട് സർക്കാർ ഒരു ഉത്തരവിറക്കിയിരുന്നു. കൂടാതെ തന്നെ ഈ 15 ദിവസം താൻ അവധി ആവശ്യപ്പെട്ടിട്ടില്ലെന്നും 2.5 ദിവസമാണ് ആവശ്യപ്പെട്ടതെന്നതടക്കം വ്യക്തമാക്കുന്ന തെളിവടക്കമായിട്ടായിരുന്നു നിയമ നടപടിയുമായിട്ട് KJ റീന മുന്നോട്ട് പോയത്. ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റേതാണ് നടപടി. ഹർജി നൽകിയത് ഡോക്ടർ റീന തന്നെയാണ്. DHSന്റെ സ്ഥലമാറ്റം സ്റ്റേ ചെയ്തിരിക്കുകയാണ്. നിലവിൽ ഡോക്ടർ മീനാക്ഷി ാണ് താൽക്കാലികമായി DHS പദവിയിലേക്ക് ഇപ്പോൾ DHS പദവിയിൽ തുടരുന്നത്. അവരെ തന്നെ സ്ഥിരമാക്കാനായിരുന്നു ആരോഗ്യ വകുപ്പിന്റെ നീക്കം. എന്നാൽ ഇപ്പോൾ സ്റ്റേ വന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ പലതരത്തിലുള്ള വിവാദവും ഈ DHSന്റെ സ്ഥാനമാറ്റവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം DHSന്റെ തസ്തികയെക്കാളും ജൂനിയർ ആയിട്ടുള്ള ഡോക്ടറെയാണ് നിലവിൽ റീജിയണൽ ലബോറട്ടറി ഡയറക്ടർ ആയിട്ടുള്ള KJ റീനയെക്കാട്ടിലും ജൂനിയർ ആയിട്ടുള്ള ഡോക്ടറെയാണ്, സ്റ്റേറ്റ് ലബോറട്ടറി ഡയറക്ടറെയാണ് അവർ റിപ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യം. കൂടാതെ തന്നെ ആദ്യഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നടപടി എന്നതിന് ശബരിമല ദേവസ്വത്തിന് ഡോക്ടർമാരെ നൽകാൻ കഴിയില്ല എന്ന ഒരു സൂചന കത്ത് DHSൽ നിന്നും നൽകിയിരുന്നു. അതിനുള്ള ഒരു പ്രതികാര നടപടിയാണെന്ന തരത്തിൽ അതിനുള്ള നടപടിയാണെന്ന് ആരോഗ്യമന്ത്രി തന്നെ പ്രതികരിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ആരോഗ്യ വകുപ്പുമായി സഹകരിക്കുന്നില്ല, നിപ്പയുടെ അടക്കം ഫലം വന്ന കാര്യം ആരോഗ്യ വകുപ്പിനെ അറിയിച്ചില്ല എന്ന ആരോപണങ്ങളും ആരോഗ്യമന്ത്രി DHSനെതിരെ നിർത്തി. എന്നാൽ ഈ നിപ്പയുടെ അടക്കം ഫലം വന്നത് താൻ അറിഞ്ഞിട്ടില്ലെന്നും താൻ മാത്രമല്ല അത് അറിയിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ മറ്റുള്ളവരുമുണ്ട്, അപ്പോൾ തനിക്കെതിരെ മാത്രം നടപടി എടുക്കുന്നതായിട്ടും DHSൽ നിന്നും അതുപോലെ തന്നെ മറ്റ് ഡോക്ടർമാരിൽ നിന്നും ഒക്കെ അഭിപ്രായം വന്നിരുന്നു, എതിരഭിപ്രായം വന്നിരുന്നു, പ്രതിഷേധം വന്നിരുന്നു. ഇത്തരത്തിൽ മുൻ DHS ആയിട്ട് തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവർ ഈ ഹർജി നൽകിയത്. ഈ പലതരത്തിലും ഈ ആരോഗ്യ മേഖലയിൽ തന്നെ ബന്ധപ്പെട്ട ആരോഗ്യ പ്രവർത്തകരും ഡോക്ടർമാരും പല സംഘടനകളും DHSനെ മാറ്റിയ ഈ നടപടിയിൽ പ്രതിഷേധം അറിയിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും നിയമ നടപടിയുമായി KJ റീന മുന്നോട്ട് പോയി. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഇപ്പോൾ ഇതാ ആ ഒരു നടപടി, ആരോഗ്യ വകുപ്പിന്റെ നടപടി, സർക്കാരിന്റെ നടപടിയെ തള്ളിയിരിക്കുകയാണ്. ഇപ്പോൾ അതിൽ സ്റ്റേ വന്നിരിക്കുകയാണ്. ഇതിൽ രണ്ടാമത്തെ വട്ടം ഉത്തരവ് ഒരാൾക്ക് ലഭിക്കുന്ന, അല്ലെങ്കിൽ സ്ഥാനമാറ്റത്തിന് ഉത്തരവ് തിരുത്തി ലഭിക്കുന്ന, അങ്ങനെ വളരെ വിചിത്രമായിട്ടുള്ള പല സംഭവങ്ങളും വിവാദങ്ങളും ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരുന്നു. അഖില, സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നടത്തിയിട്ടുണ്ടോ? ഇനി എന്തൊക്കെയായിരിക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തുടർ നടപടികൾ? പ്രതികരണം നടത്തിയിട്ടില്ല. എന്തായാലും ഇത് ആരോഗ്യ വകുപ്പിന്, കാരണം ആരോഗ്യമന്ത്രി തന്നെ പലതവണ DHSനെ മാറ്റിയതിൽ പ്രതികരണം നടത്തിയതാണ്. DHS ആരോഗ്യ വകുപ്പുമായി സഹകരിക്കുന്നില്ല എന്നതടക്കം പൊതുമധ്യത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ സർക്കാരിന് ഏറ്റ വലിയൊരു തിരിച്ചടിയാണിത്. നിലവിൽ പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ആരോഗ്യമന്ത്രി തൃശൂർ ജില്ലയിലാണെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ആരോഗ്യ വകുപ്പിന്, ആരോഗ്യമന്ത്രിക്ക് ഏറ്റ വലിയൊരു തിരിച്ചടിയാണ്. പരസ്യമായിട്ട് DHSനെ തള്ളിപ്പറഞ്ഞ സംഭവമാണ്. അവരെ തരം താഴ്ത്തുന്ന രീതിയിൽ തള്ളിപ്പറഞ്ഞ പ്രതികരണങ്ങൾ അടക്കം വന്ന ഒരു സമയത്താണ് ശരി സനിസ, ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ റീനയെ പദവിയിൽ നിന്നും നീക്കിയ ഉത്തരവിനാണ് ഇപ്പോൾ സ്റ്റേ ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് സനിസയാണ്.